അനീഷ് ഈ മത്സരത്തിൽ നിന്നും പുറത്തായിരിക്കുന്നു. ആദ്യ റൗണ്ടിൽ തന്നെ അനീഷിനെ സാബുമാൻ പുറത്താക്കിയിട്ടുണ്ട്. അനീഷിന് 50,000 രൂപ നഷ്ടമായി. അനീഷ് ഈ റൗണ്ടിൽ നിന്ന് പുറത്തായി എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആദ്യ റൗണ്ട് ബിഗ് ബോസ് തന്നെ റദ്ദാക്കിയിരുന്നു. കാരണം ബസർ ശബ്ദം കേട്ട ഉടൻ തന്നെ എല്ലാവരും അവരവരുടെ ബ്ലോക്കുകൾ എടുത്ത് കൈ പിടിച്ചു. അപ്പോൾ അത് പറ്റില്ല, ഇതല്ല ഗെയിം എന്ന് പറഞ്ഞ് രണ്ടാമത് വീണ്ടും തുടങ്ങിയപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ബസർ ശബ്ദം കേട്ടപ്പോൾ സാബുമാൻ അവിടെ ബുദ്ധിപൂർവ്വം കളിച്ചു. നേരെ അനീഷിൻ്റെ ബ്ലോക്ക് എടുത്തുകൊണ്ട് നേരെ ആ ഒരു ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയിട്ടു. അങ്ങനെ അനീഷ് പുറത്തായി. തൊട്ട് പിന്നാലെ തന്നെ സാബുമാൻ അനീഷിൻ്റെ ബ്ലോക്ക് കൊണ്ടുപോയിട്ട് തൊട്ട് പിന്നാലെ തന്നെ അക്ബർ സാബുമാൻ്റെ ആ ഒരു ബ്ലോക്ക് എടുത്തുകൊണ്ട് ഡസ്റ്റ്ബിന്നിൽ ഇടാൻ കൊണ്ടുവന്നു. പക്ഷേ ആദ്യം ഫസ്റ്റ് റൗണ്ടിൽ ഒരാൾ മാത്രമേ പുറത്താവുള്ളൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അനീഷിൻ്റെ ഓൾറെഡി ഇട്ടതുകൊണ്ട് അനീഷ് മാത്രമാണ് പുറത്തായത്. പക്ഷേ അനീഷിൻ്റെ ബ്ലോക്കുകൾ സംരക്ഷിക്കുന്നതിന് പകരം നേരെ അനിമോളുടെ ബ്ലോക്ക് എടുത്ത് കയ്യിൽ പിടിക്കുകയാണ് ചെയ്തത്. ഓൾറെഡി അവരവരുടെ ബ്ലോക്കുകൾ സംരക്ഷിക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരുന്നു. എങ്കിലും അനീഷിൻ്റെ പ്ലാൻ എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ അനിമോളുടെ ബ്ലോക്ക് എടുത്ത് പിടിക്കുക, അനീഷിൻ്റെ ബ്ലോക്ക് എടുത്ത് പിടിക്കുക, സംരക്ഷിക്കുക, അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചത്. കാരണം അവരവരുടെ ബ്ലോക്കുകൾ സംരക്ഷിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ. മറ്റുള്ളവരുടെ വേണമെങ്കിൽ സംരക്ഷിക്കാമല്ലോ. അപ്പോൾ അനിമോളുടെ ബ്ലോക്ക് എടുത്തുകൊണ്ട് അനീഷ് കൈ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. പക്ഷേ അനിമോൾ തിരിച്ച് അനീഷിൻ്റെ എടുത്തിട്ടില്ലായിരുന്നു. എന്തൊക്കെ തന്നെ പറഞ്ഞാലും സാബുവും കൃത്യമായിട്ട് ആ ഒരു ഗെയിം കളിച്ചു. അനീഷിനെ പുറത്താക്കിയിട്ടുണ്ട്. അനീഷ് ഈ ആദ്യ റൗണ്ടിൽ നിന്ന് തന്നെ പുറത്തായിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും